ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബുള്ളറ്റ് ജേർണലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. ഇനിയും ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈ ബുള്ളറ്റ് ജേർണലിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് ബുള്ളറ്റ് ജേർണലിംഗ് കൊണ്ടുവന്നത് റൈഡർ കാരോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ പാസ്റ്റിൽ, പ്രസൻറ്റിൽ, അതേപോലെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പ്ലാൻ ചെയ്ത് അത് വെച്ച് നമുക്ക് നമ്മളെ ഗോൾസ് അല്ലെങ്കിൽ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ ബുള്ളറ്റ് ജേർണലിംഗ്. നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. അതുവഴി നമുക്ക് നമ്മുടെ ലൈഫ് ഒന്നും കൂടി ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ജേർണലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ബുക്കും ഒരു പെന്നും മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റൂൾഡ് ബുക്കാണ്. ഞാനതിന് എൻ്റെ കയ്യിലുണ്ടാകുന്ന ഒരു തുണിയുടെ പീസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജേർണലിൽ നിന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജേർണലിംഗ് ചെയ്യാൻ നമുക്ക് സ്കെച്ചസോ അല്ലെങ്കിൽ കളേഴ്സോ സ്റ്റിക്കേഴ്സോ ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ബുക്കും പേനയും മാത്രം മതി. സ്റ്റിക്കേഴ്സും കളേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീംസ് അല്ലെങ്കിൽ പിക്ചേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ബുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഫസ്റ്റ് പേജിൽ ഞാൻ ഹലോ 2025 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് നമ്മുടെ പ്രൊജക്റ്റാണ് എന്നുള്ള രീതിയിൽ ഒരു കോട്ടും എഴുതി കൊടുക്കുന്നുണ്ട്. അവിടെയും കുറച്ച് ലീവ്സൊക്കെ വരക്കുന്നുണ്ട്. ഈ ജേർണലിംഗ് ബുക്ക് എന്നുള്ളത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ എഴുതി വെക്കാം. നിങ്ങളുടെ തോട്ട്സ് എല്ലാം അതിൽ എഴുതി വെക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇത് റൂൾഡ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്രിഡുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻസ്പിറേഷണൽ കോട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ വാൾട്ട് ഡിസ്നിയുടെ ഒരു കോട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ കീ കൊടുക്കാം. ഈ കീ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എഴുതി കൊടുക്കാൻ പോകുന്ന ടാസ്കുകൾ, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കുകൾ, ഈവൻറ്റ്സ്, പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ടാസ്ക്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത ടാസ്കുകൾ, അതിനൊക്കെ നമ്മൾ ഓരോ സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അതിൻ്റെ മുകളിലും കുറച്ച് പ്ലാൻ വേസസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാൻ വേസസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ പിന്നെ ഫ്യൂച്ചർ ലോഗ് പറഞ്ഞാൽ നമ്മൾ ഓരോ മന്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട അതെന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തിട്ട് എഴുതി വെക്കുക. അതിൽ ഒരു പേജിൽ ഞാൻ 4 മന്ത് എന്നുള്ള രീതിയിൽ 3 പേജസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചെരിച്ചാണ് ചെയ്യുന്നത്. ചെരിച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിന് ഓരോ കളറ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ എഴുതി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണം, നെക്സ്റ്റ് ഇയറിൽ നിങ്ങളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും ഈ ബുക്കിൽ. എന്നിട്ട് അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ സെയിം കുറച്ച് ലീവ്സ് വരച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ നമ്മൾ ഗോൾസാണ് ചെയ്യുന്നത്. ഗോൾസ് ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് 4 ടൈപ്പായിട്ട് ആ ഗോൾസിനെ ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ, നമ്മൾ നെക്സ്റ്റ് ഇയറിൽ എന്തൊക്കെ നമ്മുടെ ഗോൾസ് ഉണ്ടെന്ന്
ഈ 4 സർക്കിൾസിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അതിൽ ഓരോന്ന് ഹെൽത്ത്, ഫിനാൻസ്, കരിയർ അല്ലെങ്കിൽ അക്കാദമിക്കിൽ, അതേപോലെ പേഴ്സണലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിലുള്ള ഗോൾസ് എന്നുള്ളത് നമ്മൾ ആ സർക്കിൾസിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പേജിൽ തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി, നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ, വസ്തുക്കൾ അതിൻ്റെ ചുറ്റും എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ എളുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വരച്ചു കൊടുക്കുക. നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ അതിന് ചുറ്റും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതിലൊക്കെ നമ്മൾ എന്തൊക്കെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ എയിംസ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാനാണ്. ഞാനിപ്പോൾ ഇതിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമാണ് വരച്ചു കൊടുക്കുന്നത്. അതിൽ ഇൻസ്റ്റാഗ്രാം വരയ്ക്കാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കൊളായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോന്നിൻ്റെയും യൂസർ നെയിമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഹോളിഡേയ്സും ബർത്ത്ഡേയ്സും ഓരോ മന്ത്ലിയും എഴുതി വെക്കുക. ഈ കാണുന്ന പോലെ ഒരു സർക്കിളാക്കി വരച്ചിട്ട് അതിന് ചുറ്റും മോൺസ് ഓരോന്നോരോന്നായിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് ഓരോന്നിലുള്ള ബർത്ത്ഡേയ്സും അല്ലെങ്കിൽ ഹോളിഡേയ്സും ഒക്കെ ഇതേപോലെ ഇങ്ങനെ സൂചിക വരയ്ക്കുക എന്ന് പറയില്ലേ, നമ്മൾ പദസൂചിക, അത് വരച്ചിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത പേജിൽ നമ്മൾ 2025 ഓരോ മന്ത്ലിയും ഓരോ ഡേയ്സും എങ്ങനെയാണെന്ന് ഓരോ കളേഴ്സും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കാണുന്ന പോലെ ഒരു സൈഡിൽ 12 റോസും 31 കോളംസും ഉള്ള കള്ളികളായിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ സൈഡിൽ ഓരോ കളേഴ്സും ഏതിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡേയ്സ് അമേസിങ് ആണോ, സാഡ് ആണോ, ഗുഡ് ആണോ അല്ലെങ്കിൽ നോർമൽ ഡേ ആണോ എന്ന് നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓരോ ഡേ കഴിയുമ്പോഴും കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സെയിം കള്ളികൾ വരച്ചിട്ട് നമ്മൾ പീരിയഡ് ട്രാക്കറും കൂടി വരക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ മന്ത്ലിയും പീരിയഡ്സ് ഏത് ടൈപ്പായിരുന്നു, നല്ലപോലെ ഫ്ലോ ഉണ്ടായിരുന്നോ, ഹെവി ഫ്ലോ ആയിരുന്നോ, നോർമൽ ഫ്ലോ ആയിരുന്നോ എന്നൊക്കെ നമുക്ക് ഇതേപോലെ ഓരോ സിമ്പിൾസ് വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇയർ എൻഡ് ആകുമ്പോൾ നമുക്ക് സെൽഫായിട്ട് അനലൈസ് ചെയ്യാം നമ്മൾ പീരിയഡ്സ് ഏത് രീതിയിലായിരുന്നു എന്ന്. അപ്പോൾ ഈ നെക്സ്റ്റ് 2025ക്കുള്ള ബുള്ളറ്റ് ജേർണൽ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ വായിച്ച ബുക്സ്, മൂവീസ് അതൊക്കെ നിങ്ങൾക്ക് ഒരു പേജിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.